പക്ഷേ എത്ര നഗരസഭകൾ പിടിക്കും, എത്ര കോർപ്പറേഷനുകൾ പിടിക്കും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഇപ്പോൾ ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞ 2 സ്ഥലങ്ങളിൽ പ്രധാനമായ മുന്നേറ്റം അവർക്കുണ്ട്. ഒന്ന് തിരുവനന്തപുരത്ത് തന്നെയാണ്, അത് ഏതാണ്ട് ഒന്നാമത് എത്തിയേക്കും അവർ. രണ്ടാമത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഒന്നുകിൽ പ്രതിപക്ഷമായിട്ട് തന്നെ, ശക്തമായ പ്രതിപക്ഷമായിട്ട് തന്നെ അവർ വന്നേക്കാം. വളരെ നേരിയ ചാൻസേ ഉള്ളൂ ഭരണത്തിലേക്ക് പോകാനായിട്ടുള്ളത്. അല്ല, അപ്പോൾ സാറ് പറയുന്ന ഒരു രീതി വെച്ചാണെങ്കിൽ മറ്റൊരു കാര്യവും ഇതിൽ വരാൻ സാധ്യതയുണ്ട്. ഈ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്ന ഇടങ്ങളിൽ എന്തായാലും സ്വാഭാവികമായി തന്നെ UDF-ഉം LDF-ഉം തമ്മിൽ ചങ്ങാത്തത്തിൽ വന്ന് ഭരണം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ചില സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇനി സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ പടലയോടെ ചിലപ്പോൾ UDF-ൽ നിന്ന് ഒരു മാറ്റം പ്രതീക്ഷിക്കാം. അത് അസംബ്ലി ഇലക്ഷൻ കൂടെ കഴിഞ്ഞിട്ടേ അതിൻ്റെ ക്ലിയർ പിക്ചർ വരുള്ളൂ. അതിനിടയ്ക്ക് ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുമെന്ന് സംശയമാണ്. അസംബ്ലി ഇലക്ഷൻ കൂടെ കഴിയുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് LDF-ലേക്ക് വന്നേക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.